ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് വീക്കെൻഡ് എൻ്റെ ഡാഷ് ക്യാം അടിച്ചു പോയി, ഡിസ്പ്ലേ പോയി. നോക്കിയപ്പോൾ അതിന്റെ ഡിസ്പ്ലേ പോകാൻ കാരണം സൺലൈറ്റ് അടിച്ച് ഡാഷ്ബോർഡൊക്കെ ചൂടായി അതിന്റെ അകത്തെ സാധനം പോയി. ഈ ഹീറ്റ് കുറക്കാൻ നല്ലൊരു സൺ ഫിലിം ഒട്ടിക്കണം. സോ നോർമലി നമ്മളെ മാർക്കറ്റിലേക്കുള്ള 2000 റുപ്പീസിന്റെ സൺ ഫിലിം ഒട്ടിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം. ട്രാൻസ്പെറൻസി അല്ല ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. ഇത്ര ബ്ലാക്ക് ആയാലും ഹീറ്റ് അകത്ത് വരും. എക്സാമ്പിൾ ഇത് നോർമൽ 2000 ഒക്കെ കിട്ടുന്ന സൺ ഫിലിമാണ്. ഞാൻ ഇവിടെ ടെമ്പറേച്ചർ നോക്കാൻ പോവാണ്. സോ ഇവിടെ കാണാം 32. ആ ഹീറ്റ് കൂടി വരുന്നതാണ് 34, 36, 37, 42 എത്തി. അതിപ്പം ഹൈ ടെമ്പറേച്ചർ അടിക്കും, ഹൈ വന്നു. അതായത് കംപ്ലീറ്റ് ഹീറ്റ് ഇതിലേക്ക് കടത്തി വിടുന്നുണ്ട്. സോ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഹീറ്റ് റിജക്റ്റ് ആവുമെന്ന്. 40, 41, 42 എത്ര പെട്ടെന്ന് അത് ഹൈലടിച്ചു. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സൺ ഫിലിമാണ്. ഇത് കാണാൻ ചിലപ്പോൾ ഇതിനേക്കാൾ ട്രാൻസ്പെറൻസി കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാം. ടെമ്പറേച്ചർ ആ 36 സോ എത്രത്തോളം ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അവിടെ സ്റ്റക്കായി. ഈ സൺ ഫിലിം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് തന്നെ കൊടുക്കണം. അതായത് മെയിൻലി അതൊരു ക്ലോസ്ഡ് റൂം ആയിരിക്കണം. മറ്റ് എൻവയോൺമെന്റിലെ ഡസ്റ്റും കാര്യങ്ങളും കടന്ന് വരരുത്. സോ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ മെയിൻ റീസൺ അതാണ്. സോ ഇവിടുന്ന് സൺ ഫിലിം മാത്രമല്ല, സെറാമിക് അയോൺ കോട്ടിംഗ്, PPF എല്ലാ വർക്കും A to Z ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ഹീറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെതർ ആവട്ടെ, പ്ലാസ്റ്റിക് ആവട്ടെ, ക്യാബിലുള്ള പല സംഭവവും വർഷങ്ങൾ കഴിയുമ്പോൾ അത് ദ്രവിച്ച് പോകും. ഇത് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ ഹീറ്റ് റിജക്ഷനും UV റിജക്ഷനും ആന്റി ഗ്ലെയർ ഇല്ലത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. മെയിൻലി ഈ ആന്റി ഗ്ലെയർ ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന വണ്ടി നൈറ്റ് ടൈം ഒക്കെ നല്ല പ്രകാശം അടിക്കുമ്പോൾ നിങ്ങൾക്ക് പല ഗ്ലെയേഴ്സും കാണാം. അതെല്ലാം റിഡ്യൂസ് ചെയ്യും. ഇപ്പൊ എൻട്രി സെഗ്മെന്റിൽ അധികം വണ്ടിക്ക് സൺറൂഫ് കാണുന്നുണ്ട്. അതിന്റെ ആ ഒരു ലൈനർ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടെങ്കിൽ പോലും അതൊരു നെറ്റ് ആയിരിക്കും. അതിന്റെ അകത്തേക്ക് ഹീറ്റ് ഇറങ്ങും. സോ ഇതിനൊക്കെ നല്ലൊരു ഹീറ്റ് റിജക്ഷൻ ഉള്ള സൺ ഫിലിം തന്നെ ഒട്ടിക്കണം. മെയിൻ ആയിട്ട് ഈ UV റേസ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കിന്നിൽ എപ്പോഴും വന്ന് അടിക്കുകയാണെങ്കിൽ അത് ഈവൻ ക്യാൻസറിന് വരെ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് എവിടെ ഗൂഗിളോ ChatGPTയിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ മെയിൻ തിങ്, നിങ്ങൾ ഗ്ലാസ്സിനൊന്നും ഒട്ടിച്ചിട്ടില്ലെങ്കിലും മുകളിലുള്ള സൺറൂഫിന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണം. നിങ്ങളുടെ റൂഫ് ഒരു നെറ്റ് ടൈപ്പ് ആണെങ്കിൽ. സോ നമ്മുടെ ഗവൺമെന്റ് മാക്സിമം അലോ ചെയ്യുന്നത് ഫ്രണ്ടിലും അതേപോലെ ബാക്കിലും 70% ട്രാൻസ്പെറൻസി ആണ്. അതേപോലെ തന്നെ സൈഡ് ഗ്ലാസ് ആണെങ്കിൽ അപ് ടു 50% ട്രാൻസ്പെറൻസി ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഇത് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ലീഗലാണ്. സോ വൺസ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡെമോൺസ്ട്രേഷനും തരും. എന്ത് അപ്ലൈ ചെയ്യണം, എങ്ങനെ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഫ്രീ ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കണക്ഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം.